10 ദിവസത്തെ ഉദ്വേഗഭരിതമായ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്നറിയാം. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ നിർണായക കൂടിക്കാഴ്ച വൈകിട്ട് 5:30-ന് ഖാർഗെയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ഇന്ന് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ശ്രമമെന്നാണ് സൂചന. VD, KC, RC അണികളും ആകാംക്ഷയിലാണ്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത് ലാൽ, ഈ VD, KC, RC അണികൾക്കൊപ്പം കേരളത്തിലെ എല്ലാ ജനതയും ആകാംക്ഷയിലാണ്. ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്നറിയാൻ. തെരഞ്ഞെടുപ്പ് നടന്നു, ഫലം വന്നതിന് ശേഷം 10 ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് മുഖ്യമന്ത്രിയെ അറിയും എന്നുള്ള വിവരമാണ് ഈ ഒരു സമയത്ത് വരുന്നത്. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ കൂടിക്കാഴ്ച എപ്പോഴാണ്? അതിനുശേഷം ഡൽഹിയിൽ വെച്ച് തന്നെ ആകുമോ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കുക? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ഇന്ന് 5:30 മണിക്ക് ആണ് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും ഒരുമിച്ച് ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുക ഇതൊരു തീരുമാനമാകുമെന്നതുള്ള തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 6 മണിയോടുകൂടി കാര്യങ്ങൾ പുറത്തു വരും. ആ 6 മണിക്ക് നമുക്ക് നേരത്തെ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് ഖാർഗെയുമായി കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയും ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കുകയും അതിനു മുമ്പ് ഈ KC വേണുഗോപാലിനെയും അതേപോലെ തന്നെ VD സതീശനെയും രമേശ് ചെന്നിത്തലയും അറിയിക്കുകയും ചെയ്യും. KPCC അധ്യക്ഷനെ അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനം മറ്റു നടപടികളിലേക്ക് പോവുക. പ്രഖ്യാപനം ഡൽഹിയിലാവുമോ കേരളത്തിലാവുമോ എന്ന കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത്. ഡൽഹിയിലാവും എന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും 5:30 മണിക്ക് യോഗം ചേരുന്നു. ആ യോഗത്തിലേക്ക് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും വരുന്നതോട് കൂടി തന്നെ ആ യോഗം ആരംഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാത്തിരിക്കാം. ഇതുവരെ 9 ദിവസം കാത്തിരുന്നു. ഇനി അല്പ മണിക്കൂറുകൾ കൂടി നമ്മൾ കാത്തിരുന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാന്നറിയാം. ശരി ശരത് ലാൽ. ബിനിൽ ലീല സാബുവും ഒപ്പം മനീഷും കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബിനിൽ, KPCC ആസ്ഥാനത്ത് നിന്നും മനീഷ് VD സതീശന്റെ വസതിയിൽ നിന്നുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ബിനിൽ, മനീഷ്, രണ്ടുപേർക്കും എന്തായാലും സ്വാഗതം. എന്തായാലും നമുക്ക് അറിയാം, നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുക എന്നുള്ള കാര്യത്തിൽ. അതിൽ അല്പസമയത്തിനകം തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യം ബിനിലിലേക്കാണ്. ബിനിൽ, എന്തായാലും KPCC ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം സമാനമായിട്ട് നേതാക്കളെല്ലാം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് KPCCയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ എത്തി ആരാണ് ഈ മുഖ്യമന്ത്രിയാകുക എന്നറിയാൻ അന്ന് നോക്കിയിരുന്നു. പക്ഷെ അന്ന് തീരുമാനമായില്ല. ഇന്നും സമാനമായിട്ടുള്ള സാഹചര്യമാണോ? KPCC ആസ്ഥാനത്ത് ഈ ഒരു മുഖ്യമന്ത്രി ആരാണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ആളുകൾക്ക് ഏത് രീതിയിലാണ്? അവിടേക്ക് കൂടുതൽ പ്രവർത്തകരൊക്കെ ഈ ഒരു സമയത്ത് എത്തിച്ചേരുന്നുണ്ടോ? വിവരങ്ങൾ. സ്വാതി, ഇന്ന് ഈ ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനമുണ്ട് എന്ന വാർത്ത വന്നതിന് പിന്നാലെ KPCC ആസ്ഥാനത്തേക്ക് നിരവധി പ്രവർത്തകരും അണികളും ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. രാവിലെ ഒരു ഉച്ചയോടു കൂടിയാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ ഇവിടേക്ക് വന്നത്. അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യും. ഇനി അധികം വൈകില്ല, ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും. അത് ഡൽഹിയിൽ നിന്നാകും ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പ്രവർത്തകരും അണികളും ഒക്കെ കാത്തിരിക്കുകയാണ് ഈ 10-ാം ദിവസം ആരെയാണ് ഈ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുക എന്നുള്ളത്. അത് KC വേണുഗോപാലാണോ അതോ VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ എന്നാണ് ഉറ്റുനോക്കുന്നത്. KC വേണുഗോപാലിന്റെ പേരാണ് ഒരുപക്ഷെ പുറത്തേക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ AICC തീരുമാനിക്കുന്നതെങ്കിൽ അത് വലിയ തെരുവിലേക്ക് വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ KCക്ക് MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ എന്ന വാർത്ത വന്നതോടെ KC തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന വാർത്ത വന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് പലയിടത്തും പരസ്യ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഫ്ലെക്സി യുദ്ധം നമ്മൾ കണ്ടതാണ്. പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് അത് അവസാനിപ്പിച്ചത്. പിന്നീട് ഇന്നലെയും ഇന്നുമായി ഈ തീരുമാനം വൈകിയതോടെ ഇന്നലെയും ഇന്നുമായി പലയിടത്തും ഫ്ലെക്സ് നമ്മൾ കണ്ടതാണ്. KCയിലേക്ക് പേര് പോവുകയാണെങ്കിൽ ഒരു പൊതുവികാരം സംസ്ഥാനത്ത് അണികൾക്കുള്ളത് VD സതീശൻ എന്നാണ്. അത് ഘടകകക്ഷികളും ആ അഭിപ്രായം പറയുകയും ചെയ്തതാണ്. അത് ആദ്യം പറഞ്ഞത് മുസ്ലിം ലീഗാണ്. VD സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നാണ് ഏറ്റവും പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അവരുടെ അഭിപ്രായം പങ്കുവച്ചത്. ഒടുവിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം ആ തീരുമാനം വൈകുന്നതിൽ വലിയ പ്രതിഷേധം RSPയും അതോടൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഉന്നയിച്ചതാണ്. എന്തായാലും ഒടുവിൽ ഇന്ന് പ്രഖ്യാപനം വരുമെന്ന സൂചനയിൽ തന്നെയാണ് ഉള്ളത്. നിലവിൽ എന്തായാലും ഒരു KCയുടെ പേരാണ് വരുന്നതെങ്കിൽ സംസ്ഥാനത്ത് പലയിടത്തും പരസ്യ പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്വാതി. ശരി ബിനിൽ, നമുക്ക് ഈ VD സതീശന്റെ വസതിയിൽ അവിടെ നിന്നും നമുക്കൊപ്പം മനീഷ് മാത്യു കൂടി ചേരുകയാണ്. അപ്പോൾ മനീഷിലേക്ക് പോകാം. മനീഷ്, ഈ VD സതീശന്റെ പേരാകുമോ അതോ KC വേണുഗോപാലിന്റെ പേരാകുമോ എന്നുള്ളതിലാണ് ഇനി കൺഫ്യൂഷൻ ഉള്ളത്. എന്തായാലും കൂടുതൽ അണികൾ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ആഗ്രഹിക്കുന്നത് അത് VD സതീശന്റെ പേരാകണം എന്നുള്ളതാണ്. എന്നാൽ KC വേണുഗോപാലിന്റെ പേരും അതേപോലെ തന്നെ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ VD സതീശന്റെ വസതിയിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള പ്രതീക്ഷകളൊക്കെ ഏത് രീതിയിലാണ്? കൂടുതൽ പ്രവർത്തകരൊക്കെ VD അനുകൂലികളൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? വിവരങ്ങൾ നൽകാം.
സ്വാതി, ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വി ഡി സതീശന്റെ ഭവനമായ ഈ ദേശത്ത് വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഉണ്ട്. പ്രവർത്തകരുടെ വലിയൊരു നിര തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് എവിടേക്ക് നോക്കിയാൽ ഇവിടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആ ഒരു പ്രവർത്തകരെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ചേട്ടാ, വി ഡി സതീശനെ കാണാൻ എത്തിയതാണോ? വി ഡി സതീശനെ കാണാനല്ല, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? അങ്ങനെ ഒരു അനുകൂലമായ പ്രഖ്യാപനം ഹൈക്കമാൻഡിൽ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ? ഹൈക്കമാൻഡ് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. അതായത് 10 വർഷം ഭരിച്ച സർക്കാരിനെതിരെ ഈ നാട്ടിലുള്ള സമസ്ത മേഖലയിലുള്ള ജനങ്ങളെ ഒത്തൊരുമിപ്പിച്ച് ഈ സർക്കാരിനെതിരെ ഈ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കാനും നിലപാടെടുത്ത ഒരാളാണ് വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പമാണ് ഈ കേരളത്തിന്റെ പൊതുവികാരം. അതിനൊപ്പം ഹൈക്കമാൻഡ് നിൽക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്ന വിചാരിക്കുന്നത്. അത് 41 നിന്ന് 102 ആക്കിയത് വി ഡി സതീശന്റെ നിലപാടുകൾ കൊണ്ടാണ്. സാധാരണ പ്രതിപക്ഷ നേതാവ് ഗവൺമെന്റുകൾക്കെതിരെ നിലപാടെടുക്കുകയും സമരങ്ങൾ നടത്തുകയും ചെയ്യും. എന്നാൽ വി ഡി സതീശൻ വ്യത്യസ്തമായി സമരങ്ങൾക്ക് കൂടെ തന്നെ ഈ ഭാവി കേരളത്തിന്റെ വികസനം എങ്ങനെയായിരിക്കണം, യുവാക്കളുടെ, തൊഴിലാളികളുടെ, ചെറുപ്പക്കാരുടെ, കർഷകരുടെ, സമസ്ത മേഖലയും ജനങ്ങളുടെ ഈ കേരളത്തെ എങ്ങനെ വികസിപ്പിക്കണം, കേരളത്തെ എങ്ങനെ വലുതാക്കണം എന്നുള്ള കാഴ്ചപ്പാടുള്ള, നിലപാടുള്ള, പഠിച്ച് നിലപാടെടുക്കുന്ന വി ഡി സതീശൻ്റെ നിലപാടിനുള്ള അംഗീകാരമാണ് ഈ 102 സീറ്റ്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പൊതുജനങ്ങളും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നാണ് ആഗ്രഹം. ഇനി മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ എന്തായിരിക്കും? തീരുമാനം മറിച്ചുണ്ടാവില്ല. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തീരുമാനം ഉണ്ടാവും. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് കേരളത്തിലെ ജനലക്ഷങ്ങൾ ആഗ്രഹിക്കുകയാണ്. നവചൈതന്യത്തോടു കൂടി, നൂതന ആശയത്തോടു കൂടി ഒരു പുതിയ ഭരണ സംവിധാനം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തോടു കൂടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചു തരും എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ, കാത്തിരിപ്പ്. സ്വാതി, അതായത് പ്രവർത്തകർ എല്ലാവരും തന്നെ, ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന പ്രവർത്തകർ എല്ലാവരും തന്നെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും തന്നെയാണ്. ആ പ്രഖ്യാപനം വി ഡി സതീശനായിരിക്കുമെന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തിലാണ് മനീഷ്. എന്തായാലും മനീഷ് സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു, പ്രവർത്തകർ എത്തുന്നു. വി ഡി സതീശൻ വീട്ടിൽ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അപ്പോൾ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകളുടെ അടുത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? കൂടുതൽ ആളുകളിലേക്ക് കൂടി അവരുടെ ഒരു പ്രതീക്ഷ ഏത് രീതിയിലാണെന്ന് ചോദിക്കാം മനീഷ്. സ്വാതി, നിലവിൽ വി ഡി സതീശൻ എന്തായാലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇവിടെയൊക്കെ ഒരുപാട് പ്രവർത്തകരുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചാൽ, ചേട്ടാ, എങ്ങനെയാണ് പ്രതീക്ഷ? അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ വരുമെന്നാണോ? മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ വരുമെന്നാണ് കേരളത്തിലെ ജനങ്ങളെ ഉള്ളിൽ. അദ്ദേഹം വരണമെന്ന് വളരെ ആഗ്രഹത്തോടെ കേരള ജനത ഈ തവണ വോട്ട് ചെയ്തത്. അദ്ദേഹം വന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ശാപം കേരള ജനതകളിൽ നിന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏൽക്കേണ്ടി വരും. അതിൽ നിന്നൊരു മോചനം കിട്ടണം എന്നാണ് ഈ കാണുന്ന ജനങ്ങളും, അതായത് ഗ്രൂപ്പിന്റെ ബേസിലല്ല, ഇതൊരു വൈകാരികമായ ഒരു ആവശ്യമാണ്. ഒരു തരത്തിലും ഹൈക്കമാൻഡിനെയോ അതോ നമ്മളെ സീനിയർ നേതാക്കളായ KC വേണോ, അതുപോലെ രമേശ് ചെന്നിത്തല, ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, അവരെയൊക്കെ ഒരു ധിക്കരിക്കുന്ന ഒരു പദ്ധതിയല്ല. പക്ഷെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ആ ഒരു സന്ദർഭം, ആ ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ജനങ്ങൾ കണ്ടുപോയി. അദ്ദേഹത്തെ എത്രയും പേർ മുഖ്യമന്ത്രി ആക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്. അതിൻ്റെ ശാപം, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാതെ നിൽക്കുന്ന ശാപം വോട്ട് ചെയ്ത നാനാജാതി മതസ്ഥരും ജനങ്ങളും സ്ത്രീകളടക്കമുള്ളവരുടെ ശാപം ഈ കോൺഗ്രസിന് ഏൽക്കരുതേ എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, പ്ലീസ് ഒന്ന് മാറിക്കൊടുക്കൂ. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവട്ടെ പ്ലീസ്. കോൺഗ്രസ് നേതാക്കന്മാരെ, ഞങ്ങളെയൊക്കെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ആ നേതാവിന് വേണ്ടി വഴിയൊരുക്കി കൊടുക്കൂ പ്ലീസ്. സ്വാതി, എങ്ങനെയാണ് പ്രവർത്തകരുടെ ഒരു വൈകാരികത പറഞ്ഞത്? ചേട്ടാ, എങ്ങനെയാണ് വി ഡി സതീശൻ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷ? വി ഡി സതീശൻ സാറ് മുഖ്യമന്ത്രി ആകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഈ ജനക്കൂട്ടം ഇവിടെ ഉള്ളത്. AICCയുടെ ഞങ്ങളുടെ നേതാക്കന്മാർ, പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും വി ഡി സതീശൻ സാറ് മുഖ്യമന്ത്രി ആകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ്. അദ്ദേഹത്തിൻ്റെ, വി ഡി സതീശൻ എന്ന വ്യക്തിക്ക് കിട്ടിയ ഒരു അംഗീകാരമല്ല ഇത്. അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് കേരള ജനത കൊടുത്തിട്ടുള്ളത്. ആ ജനങ്ങൾ ആ അംഗീകാരം കൊടുത്ത് 102 സീറ്റോട് അദ്ദേഹം പറഞ്ഞ 100-ലേറെ സീറ്റ് 102 സീറ്റാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം കൊടുത്ത ആ വാക്ക് അത് പാലിക്കാൻ വേണ്ടി ഈ കേരള ജനത ഒന്നടങ്കം ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് നിന്റെ ആഗ്രഹം? ധാരാവണമെന്നാണ് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വിദ്യാർത്ഥികൾക്ക് എല്ലാം അത് തന്നെയാണ് ആഗ്രഹം.
എൻ്റെ ഫ്രണ്ട്സിനല്ല. നിങ്ങളുടെ ജെൻസി പിള്ളേർക്ക് എല്ലാവർക്കും തന്നെ വി ഡി സതീശൻ വരണമെന്നാണ് ആഗ്രഹം. സ്വാതി, അങ്ങനെ പ്രായഭേദമന്യേ ഇവിടെ നിരവധി പേര് എത്തിച്ചേരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ബൈക്ക് എടുത്തിരുന്ന സമയത്ത് തന്നെ കേക്കുമായി ഒരു സംഘം പോകുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയിലാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ പ്രവർത്തകരും. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് വി ഡി സതീശൻ തന്നെ അവരുടെ മുഖ്യമന്ത്രിയായി ഒരു പ്രഖ്യാപനം ACCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഇവരും കാത്തിരിക്കുന്നത്. ശരി മനീഷ്.